നമ്പർ സിസ്റ്റത്തിന്റെ പാർട്ട് 8 വരെയുള്ള വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് പാർട്ട് 9 ആണ്. പാർട്ട് 9 ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ടെക്സ്റ്റിൽ ഇതുവരെ ഫോളോ ചെയ്ത് വന്നതിൽ നിന്നും കുറച്ച് പോർഷൻസ് സ്കിപ്പ് ചെയ്യണം. അത് കുറച്ച് കൺസ്ട്രക്ഷൻ പാർട്ടാണ്. സോ അപ്പൊ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്പർ സിസ്റ്റം അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ സ്കെയില്, പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ അതിന്റെ കൂടെ തന്നെ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ നമ്മൾ കുറച്ച് പാർട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ടെക്സ്റ്റിൽ അടുത്ത പാർട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പൊ പേജ് നമ്പർ 18 മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ അതിന് മുന്നേ ഉള്ള ഒരു ചെറിയ പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹെഡിങ് ഇതാണ്, ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. ഓക്കെ, നോക്കിയേ, ആഡ് 2√2 plus 5√3 and 2√2 minus 3√3. അപ്പൊ മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് ആഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2√2 plus 5√3, ഇവിടെ അഡീഷൻ സൈൻ ഇടാം, √2 minus 3√3. ഓക്കെ, ഇനി നമുക്ക് ലൈക്ക് ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. ഇങ്ങനെ എഴുതണമെന്നില്ല, ഡയറക്റ്റ് എഴുതാം. എന്നാലും ഞാൻ എഴുതുവാണ്. ഇപ്പൊ നോക്കാം, ഇവിടെ √2, ഇവിടെ √2. അപ്പൊ നോക്കാം, 2√2 പ്ലസ് ഈ √2 എഴുതി, പ്ലസ് 5√3, അടുത്ത എത്രയാണ്, മൈനസ് 3√3. ഓക്കെ, അപ്പൊ മിക്ക കുട്ടികൾക്ക് ഇതൊരു ഡൗട്ട് ആണ്, 2√2 √2 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്. ശരിക്കും നോക്കിക്കേ, 2√2 √2 കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാല് 2√2 പ്ലസ് ഇവിടെ 1√2 എന്നാണ്. 1 അവിടെ ഓൾറെഡി ഉണ്ട്. സോ ലൈക്ക് ഇപ്പൊ 5x പ്ലസ് x നിങ്ങൾക്ക് അറിയാം എത്രയാണ്, 6x. അതുപോലെ ഓക്കെ. സോ അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ 5 പെന്ന് പ്ലസ് 2 പെൻ എത്ര കിട്ടും, 7 പെൻ. അതുപോലെ ഓക്കെ. അപ്പൊ നമ്മള് 5 പെന്ന് പ്ലസ് പെൻ എന്ന് എഴുതിയിരുന്നാൽ അതിന്റെ അർത്ഥം 1 പെൻ എന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാ, 6 പെൻ. അതുപോലെ 2√2 പ്ലസ് √2 എത്രയാണ്, 3√2 പ്ലസ് ഇനി 5√3 3√3 കുറച്ചാൽ സെയിം. നോക്കുക, 5√3 നിന്നും 3√3 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 2√3. സോ അപ്പൊ ഇത്രയുള്ള ആൻസർ. ഇനി ഇത് ആഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്ത് നോക്കാനുള്ളത്, നമുക്ക് ഇത് രണ്ടും കൂടി ഇനി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെന്താണ്, ഇത് √2, ഇതെന്താണ്, √3. ഒരു പക്ഷെ ഇവിടെ √2 ആയിരുന്നെങ്കിൽ 3√2 2√2 കൂടെ 5√2 എഴുതാമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കേസ്, ഇനി ഇതിന്റെ അഡീഷൻ പോസിബിൾ അല്ല. കാരണം നോക്കിക്കേ, ഇപ്പം √2ഉം √7ഉം കൂടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, പേജ് നമ്പർ 19 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 14 ആണ് ഇത്. മൾട്ടിപ്ലൈ 6√5 by 2√5. സോ നോക്കിയേ, 6√5 into 2√5. ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ 6 into 2 ചെയ്യുക ആദ്യം, into √5 into √2. സോറി, √5 into √5. ഓക്കെ, സോ 6 into 2 എത്ര വരും, 12 into √5 into √5. തെറ്റിക്കരുത്, √5 into √5 എത്രയാണ്, 5. 12 5s are 60. അപ്പൊ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, √x into √x എന്താണ്, x ആണ്. ഓക്കെ, ക്ലിയർ. അടുത്തത് ആ പേജിൽ തന്നെ എക്സാമ്പിൾ 15 ആണ്. ഇതൊക്കെ ഓൾറെഡി ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് 8√5, 8√5 15 ഡിവൈഡഡ് ബൈ 2√3 2√3. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് 8 into √15 നമുക്ക് √15 നമുക്ക് √5 into 3 എന്ന് എഴുതി കൂടെ. √15 എന്ന് വെച്ചാൽ √5 into 3, ദാറ്റ് ഈസ് ഈക്വൽ ടു √5 into √3 എന്ന് എഴുതാം. സോ ഇവിടെ √5 into √3. അപ്പൊ 8√15 8 into √15 √5 into √3 എന്ന് എഴുതി, ഡിവൈഡ് ബൈ 2√3. ഓക്കെ, 2√3 നമുക്ക് എങ്ങനെ എഴുതാം ശരിക്കും, 2 into √3. √3 എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. 8 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4. ആൻസർ ഈസ് 4√5. ഓക്കെ, സോ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എക്സാമ്പിൾ 15 ആണ് ഇത്. പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ്. √ab നെ നമുക്ക് √a into √b എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ √5 into 4 നെ നമുക്ക് √5 into √4 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ അടുത്ത √a/b നെ √a ഡിവൈഡ് ബൈ √b. ഫോർ എക്സാമ്പിൾ √5/3 നെ നമുക്ക് എങ്ങനെ എഴുതാം, √5 ഡിവൈഡ് ബൈ √3. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇതെന്താണ്, √a+b into √a - b. അത് ശരിക്കും a+b into a - b ഫോം ആണ്. അതായത് ഇവിടെ ഞാൻ എഴുതുവാണ്. നോക്കി, നമ്മൾ പഠിച്ചിട്ടില്ലേ, a+b into a - b, that is equal to a² -
ബി സ്ക്വയർ. അപ്പൊ അറിഞ്ഞാത്തവർ ഇപ്പൊ ഓർത്തോ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്തുവാ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി വന്നാല് ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ, അങ്ങനെയല്ലേ? ഇവിടെ 1 പ്ലസ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് ഇക്വൽ ടു ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ, അങ്ങനെ ഓർത്താൽ മതി. ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ. ഇവിടെ നോക്കേ, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ, അതായത് റൂട്ട് എയുടെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. റൂട്ട് എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എ ആണ്. അപ്പൊ അത് ആലോചിച്ചോണം. എന്താ നോക്കേ, റൂട്ട് എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എ. അതെങ്ങനെ വരുന്ന വെച്ചാൽ റൂട്ട് എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. സോ റൂട്ട് എയുടെ സ്ക്വയർ എ, റൂട്ട് ബിയുടെ സ്ക്വയർ ബി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കാൽക്കുലേഷൻ ഇടയ്ക്ക് വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം. അടുത്ത് നോക്കിയാൽ വളരെയധികം ശ്രദ്ധിച്ചേണ്ട ഒരു സെക്ഷൻ ആണ്. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ആണ്. സോ അപ്പൊ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി ആണ്. ഞാൻ ഇവിടെ നേരത്തെ എ ആണ് എഴുതിയിരുന്നത്, റൂട്ട് ഡി ആണ്. സോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആദ്യമേ ഈ റൂട്ട് എ കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും, റൂട്ട് എ ഇൻറ്റു റൂട്ട് സി, അപ്പൊ റൂട്ട് എ സി എന്ന് വരും. റൂട്ട് എ ഇൻറ്റു റൂട്ട് സി, റൂട്ട് എ സി. ഇനി അടുത്ത റൂട്ട് എ ഇൻറ്റു ഡി ചെയ്യണം. അപ്പൊ പ്ലസ് ഇട്ട് കൊടുക്കുക, കാര്യം രണ്ടും പ്ലസ് ആയിട്ട് റൂട്ട് എയും പ്ലസ് റൂട്ട് ഡിയും പ്ലസ്. അപ്പൊ റൂട്ട് എ ഇൻറ്റു ഡി, റൂട്ട് എ ഡി എന്ന് വരും. ഓക്കെ, അപ്പം റൂട്ട് എയുടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്, റൂട്ട് ബിയുടെ. അപ്പൊ റൂട്ട് ബി ഇൻറ്റു സി എന്ത് വരും, റൂട്ട് ബി സി എന്ന് വരും. റൂട്ട് ബി ഇൻറ്റു ഡി പ്ലസ് ഇട്ട് കൊടുക്കണം, കാര്യം ചെയ്യുന്ന രണ്ടെണ്ണം ഏതാണെന്ന് നോക്കണം സൈന്. പ്ലസ് റൂട്ട് ബി ഇൻറ്റു പ്ലസ് റൂട്ട് ഡി പ്ലസ് റൂട്ട് ബി ഡി എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കേ, റൂട്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ദ ഹോൾ സ്ക്വയർ എന്താ വരുന്നത്, ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ. ഓക്കെ, സോ അപ്പൊ ഇവിടെ അത് കണക്ക് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ റൂട്ട് എയുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇക്വേഷൻ അത്ര 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ റൂട്ട് ബിയുടെ എന്ത് സ്ക്വയർ. അപ്പൊ റൂട്ട് എയുടെ സ്ക്വയർ നമുക്കറിയാം എ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി 2 റൂട്ട് എ ബി പ്ലസ് റൂട്ട് ബിയുടെ സ്ക്വയർ എത്ര ബി. ഇത്രേ ഉള്ളൂ. ഓക്കെ, എഴുതിയെടുക്കുക.